ഏറെ ആദരണീയനായ, ഏറെ ബഹുമാന്യനായ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ഈ പ്രസ്ഥാനവും ഈ യാത്രയും 100 വർഷം പിന്നിട്ട് സമസ്ത എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുന്നതിനോടൊപ്പം വർത്തമാനകാലത്തെ വെല്ലുവിളികളെ തിരിച്ചറിയുന്നതിനോടൊപ്പം നാളുകളിലെ പ്രസ്ഥാനമെടുക്കേണ്ട നീതിയുടെ നിലപാടുകളെക്കുറിച്ചും നാടിൻ്റെ ഐക്യത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള വ്യക്തമായ സന്ദേശങ്ങൾ നൽകിയാണ് കടന്നു പോരുന്നത്. കടന്നു വന്ന വഴികളിലെല്ലാം 10,000-കണക്കിനായ ആളുകളുടെ സാന്നിധ്യം ഈ യാത്രയെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 85-ാം വർഷത്തിലെയും 90-ാം വർഷത്തിലെയും ഒക്കെ സാന്നിധ്യം ആ മഹൽ സമ്മേളനത്തിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഇടത്തെ തിരയേണ്ടി വന്നതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇപ്പം 100-ാം വാർഷികത്തിൽ സമസ്തയുടെ ശതാബ്ദിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനക്കൂട്ടത്തെ സംബന്ധിച്ച്, പങ്കെടുക്കുന്ന സഹപ്രവർത്തകരെ സംബന്ധിച്ച്, സഹോദരങ്ങളെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം, അതിൽ അന്തർലീനമായത് എന്താണ് എന്ന് മനസ്സിലാലോചിക്കുമ്പോൾ വരുന്ന ആദ്യത്തെ ഉത്തരം, ഒരു പൊതു ഇടത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര ലക്ഷക്കണക്കിനായ ആളുകൾ വന്നു ചേരുന്ന ഒരു പ്രസ്ഥാനം ഒരിക്കൽ പോലും അതിൻ്റെ അണികളോട് ആയുധമെടുക്കാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ പ്രസ്ഥാനത്തെ അറിയുന്ന ഏതൊരാൾക്കും, ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും എക്കാലത്തും അഭിമാനത്തോടെ ഓർത്തെടുക്കാവുന്നതും മുന്നോട്ടുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തും എന്തായിരിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്. അതിൻ്റെ കാരണം സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനം, അതിൻ്റെ 100 നൂറ്റാണ്ട് പിന്നിടുന്ന മഹാസമ്മേളനം കാസർകോട്ടെ കുണിയയിൽ വരാനിരിക്കുകയാണ്. സന്ദേശയാത്രയുമായി നമ്മുടെയൊക്കെ നായകൻ, ഉമ്മത്തിന്റെ നായകൻ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങള് കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ, ഈ വീതികളിലൂടെ നടന്നു കയറി എത്തിയിരിക്കുന്നത് കോഴിക്കോടിന്റെ മണ്ണിലാ. ആ കോഴിക്കോടിന്റെ മണ്ണില് ഇന്നലെ മുതലക്കുളം മൈതാനിയില് ഷാഫി പറമ്പില് സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങൾ കേട്ടത്. ഷാഫിയുടെ പ്രസംഗം ഒരു 10 മിനിറ്റിലേറെയുണ്ട്. അത് പൂർണ്ണമായും ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. നിങ്ങൾ കേൾക്കേണ്ട വാക്കുകളാണ്. കാരണം പലപ്പോഴായി നമ്മൾ പറയുന്ന ആദർശ വിശുദ്ധി, ഈ പറയുന്ന ദീന് പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നയനിലപാട്, ആ ദീന് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞത് വെറും ഖുർആൻ എങ്ങനെ പഠിക്കണമെന്ന് മാത്രമായിരുന്നില്ല, ഖുർആൻ എങ്ങനെ ഓതണമെന്ന് നമ്മളെ പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല, എങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉമ്മത്ത് ഇസ്ലാമിക അനുഷ്ഠാന കർമ്മങ്ങൾ എങ്ങനെയാണ് നിറവേറ്റേണ്ടത് എന്ന് മാത്രമല്ല സമസ്ത നമ്മളെ പഠിപ്പിച്ചത്. സമസ്ത നമ്മളെ പഠിപ്പിച്ചത് സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ ഒക്കെ വഴികളായിരുന്നു, അല്ലേ? ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജിഫ്രി തങ്ങള് ആവർത്തിച്ച് എല്ലാ വേദികളിലും നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഉൾക്കൊള്ളേണ്ട, നമുക്ക് വേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എവിടെയും എല്ലായിടത്തും സംഘടനയെ കുറിച്ചോ അല്ലെങ്കിൽ സംസ്ഥയെ കുറിച്ചോ മാത്രമല്ല ജിഫ്രി തങ്ങൾ പറയുന്നത്. നമ്മുടെ നായകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളിൽ എല്ലായിടത്തും നമ്മൾ വെറുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ജിഫ്രി തങ്ങൾ, സാഹോദര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളോട് പറയുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന് ജിഫ്രി തങ്ങൾ പറയുന്നുണ്ട്. അപ്പോ സമസ്ത നിർവഹിച്ച പങ്ക്, ഈ സമൂഹത്തില് സമസ്ത ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്നലെ ഷാഫി പറമ്പിൽ പറഞ്ഞത്. അതില് ഷാഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒന്നായിരുന്നു സമസ്ത അണികളോട്, ഈ ഒഴുകിയെത്തുന്ന ജനസാഗരത്തോട്, ഈ ലക്ഷോപലക്ഷം ആളുകളോട് സമസ്ത എവിടെയും അക്രമത്തിന്റെ പാത തിരഞ്ഞെടുക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് സമസ്തയെ ഇന്നും നമ്മൾ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന നമ്മളെല്ലാവരും ജനിച്ച് വീണ ഈ രാജ്യം, നമ്മുടെ പിതാക്കന്മാര്, അവരുടെ പിതാക്കന്മാര് ഒക്കെ ജനിച്ചു വീണ ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ
അവിടെയാണ് കഴിഞ്ഞ ദിവസം സയ്യിദുൽ ഉലമ എറണാകുളത്തിന്റെ മണ്ണിൽ വെച്ച് സയ്യിദുൽ ഉലമ നമ്മളോട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഡൽഹി സമ്മേളനത്തെ കുറിച്ച് സയ്യിദ് അവർകൾ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഡൽഹി സമ്മേളനം വേണ്ടെന്ന് വെച്ചു, അതിനുണ്ടായ സാഹചര്യം എന്താണ്, എവിടെ നിന്നാണ് അത് വേണ്ടെന്ന് വെക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച്. ആ ഡൽഹി സമ്മേളനത്തിന്റെ എല്ലാ സജ്ജീകരണങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനും ആ വേദിയിൽ ഉണ്ടായിരുന്നു. ഹാരിസ് ബീരാനായിരുന്നു അതിന് തുടക്കം കുറിച്ചത്. പലപ്പോഴും നമ്മൾ ആ സമ്മേളനം വേണ്ടെന്ന് വെച്ചപ്പോ സമസ്തയുടെ കാര്യപ്രാപ്തിയെ അല്ലെങ്കിൽ ശേഷിയെ പലരും ചോദ്യം ചെയ്തിരുന്നു. അതിനുള്ള മറുപടി കൂടിയായിരുന്നു സയ്യിദുൽ ഉലമ അന്ന് എറണാകുളത്ത് വെച്ച് പറഞ്ഞത്. അപ്പോ അന്ന് തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ രാജ്യ താല്പര്യത്തിന് എതിരാവുന്ന വല്ല പ്രവൃത്തിയും നമ്മൾ സമ്മേളനം നടത്തുമ്പോ അതിലൂടെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ സമസ്ത അതിന് കാരണക്കാരനാവരുത് എന്നുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിന് പുറത്താണ് ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കാനിരുന്ന സംസ്ഥയുടെ ദേശീയ സമ്മേളനം ഡൽഹിയിൽ വെച്ച് അത് വേണ്ടെന്ന് വെച്ചത്. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഡൽഹി ബ്ലാസ്റ്റ് നടക്കുന്നതിന്റെ തലേ ദിവസമാണ് സയ്യിദുൽ ഉലമ മാധ്യമങ്ങളെ കണ്ട് ദേശീയ സമ്മേളനത്തെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചത്. അപ്പോ ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരാവുന്ന ഒന്നും സമസ്ത അതിന് കാരണം പോലും ആകരുത് എന്ന് നമ്മുടെ പണ്ഡിതന്മാർക്ക് അത്രയേറെ നിർബന്ധം സമസ്തക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഹുബ്ബുൽ വത്തനാണ് ഈമാൻ, രാജ്യസ്നേഹമാണ് ഈമാൻ, അതാണ് വിശ്വാസം എന്ന് നമ്മളെ പഠിപ്പിച്ച സമസ്ത ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാമാകുമായിരുന്നോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയാം. നിങ്ങൾ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ ഉത്തരേന്ത്യകളിലുള്ള മുസ്ലിം സഹോദരന്മാരോട് ഒന്ന് ചെന്ന് ചോദിച്ചു നോക്കുക ഈ ഒരു ഹദീസിനെ കുറിച്ച്. അവരങ്ങനെ ഒരു ഹദീസ് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? വ്യവസ്ഥാപിതമായ ദീന് പറയാനുള്ള, പഠിപ്പിക്കുവാനുള്ള ഒരു മാർഗം അവർക്കാർക്കുമില്ല എന്നുള്ളതാണ്. ഫാത്തിഹ പോലും നേരാവണ്ണം ഓതാൻ കഴിയാത്ത ആളുകൾ അവരെവിടുന്നാണ് ഈ ഹദീസുകൾ കേൾക്കേണ്ടത്? നമ്മൾക്കതിന് സാധ്യമായത് സമസ്ത എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഉള്ളത് കൊണ്ടാ. ആ സമസ്ത നമ്മളോട് പറഞ്ഞത് അത്രയും രാജ്യമാണ്, സ്നേഹമാണ്, ഈമാൻ എന്നാണ്. അല്ലെ? അപ്പോ അങ്ങനെ ഒരു സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ, സ്നേഹത്തിന്റെ, വെറുപ്പിന്റെ അല്ല സ്നേഹത്തിന്റെ കഥകളാണ് സമസ്ത നമുക്ക് പറഞ്ഞു തന്നത്. അല്ലെ? അപ്പൊ ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോ ഇനി ഇതിനപ്പുറം മറ്റൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുത്ത് റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു വെക്കണമെങ്കിൽ അന്ന് മുത്ത് റസൂല് എന്തൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകണം? നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്ക്. മക്കത്ത്, മദീനത്ത് ജീവിച്ച് ദീൻ പറഞ്ഞ ആ മുത്ത് റസൂല് അന്ന് കണ്ടിട്ടുണ്ട് ഈ ദീൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ഇത് വരും കാലങ്ങളിൽ മക്കത്തും മദീനത്തും മാത്രമല്ല ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ കോണുകളിലും ഇത് വ്യാപിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ. അന്ന് ആ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള എൻ്റെ ഉമ്മത്ത് അവരുടെ സ്നേഹം, അവരുടെ ഈമാൻ എങ്ങനെയായിരിക്കണമെന്ന് വരച്ചു കാട്ടുകയായിരുന്നു തങ്ങള്. അല്ലെ? ആ തങ്ങൾ അന്ന് മുത്ത് റസൂൽ എന്നത് പറഞ്ഞു വെച്ച കാര്യം അത് നമ്മളിലേക്ക് എത്തിച്ചത് സമസ്തയാണ്. ആ സമസ്ത നമ്മളോട് പറഞ്ഞത് രാജ്യസ്നേഹത്തിന്റെ കഥകളാണ്, ദേശസ്നേഹത്തിന്റെ കഥകളാണ്, സാഹോദര്യത്തിന്റെ കഥകളാണ്, മാനുഷിക സ്നേഹത്തിന്റെ കഥകളാണ്, പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇന്നലെ ഷാഫി പറമ്പിലിന്റെ പ്രസംഗം അത് വളരെ വേറിട്ട് നിൽക്കുമെന്ന് ഞാൻ പറയാനുണ്ടായ കാരണം, സാധാരണഗതിയിൽ ഈ വരുന്ന ആളുകള്, രാഷ്ട്രീയക്കാര് പ്രത്യേകിച്ചും, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഭൂരിഭാഗം രാഷ്ട്രീയക്കാരും, വേദികളിൽ എത്തുന്ന രാഷ്ട്രീയക്കാരും എന്താണ് ചെയ്യുന്നത്? അവര് സമസ്തയുടെ മഹാത്മ്യം പറയും, അവര് സമസ്ത ദീനിന് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്.
പക്ഷേ ഷാഫി സമസ്ത ദീനിന് ചെയ്ത കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അത് ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് അതിന്റെ മർമ്മപ്രധാനമായ പോയിന്റാണ്. നമ്മൾ ആദർശവും നമ്മുടെ ദീനും പറയുന്നതോടൊപ്പം ആനുകാലികമായിട്ട് ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഈ രാജ്യസ്നേഹം അതാണ് വിശ്വാസം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് നമ്മളെ സമസ്തയാണ്. സമസ്തയില്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഈ രാജ്യസ്നേഹമാണ് വിശ്വാസം എന്നുള്ള ഈമാൻ എന്ന് പറയുന്നത് നമ്മളാരും എവിടെയും കേൾക്കുക പോലും ചെയ്യില്ലായിരുന്നു, അല്ലേ? അപ്പോ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ നാനാജാതി മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വസിക്കുന്ന നമ്മുടെ രാജ്യമായ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, ഈ രാജ്യത്ത് പല മതവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഇനി ഒരു മതത്തിലും പെടാത്തവരുണ്ട്. എല്ലാവരോടും സ്നേഹമാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ദീന് പറഞ്ഞിട്ടുള്ളത്. സാഹോദര്യത്തിന്റെ പാഠമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളോട് നമ്മുടെ നേതാക്കളാരും എവിടെയും അക്രമത്തിന്റെ പാത പിന്തുടരുവാനോ ആയുധങ്ങൾ എടുക്കുവാനോ നമ്മളോട് ആരും എവിടെയും പറഞ്ഞു തന്നിട്ടില്ല. അതിനു പകരം അത് ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞു തന്നു, അല്ലേ? മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, ആ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നതിലുപരി ഒരു ആത്മീയ നേതാവായിരുന്നില്ലേ? സമസ്തയുടെ സജീവ പ്രവർത്തകനായിരുന്നില്ലേ? സമസ്തയുടെ വേദികളിലെ നിറസാന്നിധ്യമായിരുന്നില്ലേ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്? ആ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ആത്മീയമായിട്ടുള്ള ശക്തമായ അടിവേരുകൾ അദ്ദേഹത്തിൽ ഉള്ളത് കൊണ്ടായിരുന്നു 1900 ഡിസംബർ 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ അന്ന് തങ്ങളെടുത്ത നിലപാടുകൾ. അപ്പോ ഈ കാര്യങ്ങൾ നമുക്കതുകൊണ്ടാണ് ഇപ്പോഴും എന്റെ നേതാവ് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്, ഞങ്ങൾക്ക് വഴികാട്ടിയത് ശൈഖുനാ ശംസുൽ ഉലമയാണ്, ഞങ്ങളെ നയിച്ചത് റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്നത് പാണക്കാട്ട് തങ്ങന്മാരാണ് എന്ന് നമുക്ക് അർത്ഥശങ്കകൾക്ക് ഇടയില്ലാതെ വിളിച്ചു പറയാൻ കഴിയുന്നത്. അതാണ് വഹാബികൾക്കും മൗദൂദികൾക്കും ഇന്ന് വിളിച്ചു പറയാൻ കഴിയാത്തതും അവരുടെ പൂർവികരെ കുറിച്ച് അവർക്ക് വാ തുറക്കാൻ കഴിയാത്തതിന്റെ കാരണവും ഈ പറയുന്ന രാജ്യസ്നേഹം അത് ഈമാന്റെ ഭാഗമാണെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്.